യാക്കോബിൻ്റെ കരച്ചിൽ, ദ ക്രൈസ് ഓഫ് ജേക്കബ്. ഈ യാക്കോബ് എന്ന് പറയുമ്പം നമുക്കറിയാം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പം ദൈവം യാക്കോബിൽ കൂടെ വലിയൊരു ഇസ്രായേൽ ജനതയുടെ സമൂഹത്തെ വാർത്തുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. യുസാർപ്പർ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൻ എന്നൊക്കെയുള്ള ഒരു പേരാണ് യാക്കോബിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. എന്നാൽ ഈ യാക്കോബിനെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നതിന് മുൻപ് യാക്കോബ് കരയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്കൊരു കഷ്ടത്തിൽ കൂടെ പോയെങ്കിൽ സ്വഭാവ ശുദ്ധീകരണം നടക്കത്തുള്ളൂ. ദൈവം എപ്പോഴും നമ്മുടെ സ്വഭാവത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. ദൈവത്തിന് നമുക്ക് സമ്പത്ത് തരാനോ അല്ലെങ്കിൽ നമ്മുടെ ഉന്നതി നടത്താനോ ദൈവത്തിന് സങ്കടമില്ല, അത് സന്തോഷമാണ് തരാൻ, ബിക്കോസ് ഈസ് എ ഗിവിങ് ഗോഡ്. പക്ഷേ സ്വഭാവം ശരിയല്ല എങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് എന്നാ ഗുണമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തോടടുക്കാൻ, ഈ നമ്മുടെ ന്യൂയോർക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ, ദൈവത്തിൻ്റെ വചനം എടുത്ത് ചില ചെറുപ്പക്കാർ മൈക്കെടുത്ത് ചെറിയ മൈക്കും കൊണ്ടുപോയി വചനം പറയും. ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റ് ചെയ്യുന്ന ലെസ്ബിയൻസാണ്. അതായത് ദൈവത്തെ അറിയാൻ വയ്യാതെ മ്ലേച്ഛമായിട്ട് ജീവിക്കുന്ന പ്രായം ചെന്ന സ്ത്രീകൾ ഈ വചനം പറയുന്നവർക്കെതിരായിട്ട് ചോദ്യം ചെയ്യുന്ന കാണാറുണ്ട്. വളരെ സങ്കടമാണ്. സ്ത്രീജനങ്ങളെ ബാശാൻ കൂറ്റങ്ങളെ എന്ന് വിളിക്കുന്നത് പോലെ ബാശാൻ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെക്കാട്ടിലും മോശമായിട്ട് സ്ത്രീജനങ്ങൾ മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുറകൾ നശിച്ചു പോകുന്നു എന്നാണ്. ദൈവം സ്ത്രീകൾക്ക് വേദപുസ്തകത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ ആദത്തിനെ അവ്വായും സൃഷ്ടിച്ചു വെച്ചപ്പോഴും ആദത്തിന് തക്ക തുണയായിട്ട് ഒരാളെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിന് വുമൺ മീൻസ് എ മൈറ്റി വോറിയർ ഫോർ ദ മാൻ. ഒരു പുരുഷന് വേണ്ടി പുറകിൽ നിന്ന് ഗർജിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് വുമൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിമിൽ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മളതൊന്നും മനസ്സിലാക്കാതെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല. സ്ത്രീകൾക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടം പോലെ സ്ഥാനം പഴയ നിയമത്തിലും കൊടുത്തിട്ടുണ്ട്, അവകാശം വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ, അതായത് സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇൻ ഹീബ്രു മീൻസ് മൈറ്റി വോറിയർ. അത് പഠിപ്പിച്ചെടുക്കുന്നതിന് മുൻപ് നമ്മൾ ഈ കാട് കയറി നടക്കുകയാണ്. അപ്പം നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ സത്യവചനങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് യാക്കോബിൻ്റെ കരച്ചിലെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, യാക്കോബിനെ പോലെ കരയുന്ന അനേക അമ്മയപ്പന്മാരുണ്ട്. നമ്മളെല്ലാം പറയത്തില്ല. നമ്മുടെ മക്കളോട് ചോദിച്ചു, ഇത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ദൈവം എന്താ ഇത് ചെയ്ത്? ഇതാരൊരു ചോദ്യം. ഈ ദൈവത്തെ എനിക്ക് വേണ്ട. കാരണം ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണമാണ്? ഞാനത് ചോദിച്ചിട്ട് അത് നടന്നില്ല. എന്തുകൊണ്ട് എൻ്റെ മാരേജ് ശരിയായില്ല? ഞാൻ എത്രയോ കഷ്ടപ്പെടുന്നു, ആരും എന്താ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാതെ? ബിക്കോസ് വി ആർ ചലഞ്ചിങ് ദ അതോറിറ്റി ഓഫ് ഗോഡ്. എവിടെ? ദൈവത്തെ കണ്ടിട്ടില്ല. യാക്കോബാണ് നമ്മളെല്ലാവരും. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് യുസാർപ്പർ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ, നമ്മൾ അവൻ്റെ ജന്മം തന്നെ നോക്കുമ്പോൾ യാക്കോബ് കുതികാല് പിടിച്ചുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം. യാക്കോബ് ഏശാവ് രണ്ടുപേര്, അതിൽ ട്വിൻസാണ് ഇവർ. ഈ ഏശാവ് മൂത്തതെന്ന് പറയുമ്പോൾ വർഷത്തിനൊന്നും എളുപ്പമൊന്നുമല്ല. ഒരു 2 മിനിറ്റിനോ 3 മിനിറ്റിനോ വ്യത്യാസമാണ് ഈ മൂപ്പ് പ്രായം. ഈ മൂത്തവനൊരു പ്രത്യേകതയുള്ളത്, യഹൂദ സമൂഹത്തിൽ അവന് കൂടുതൽ അവകാശം കിട്ടും, ഇരട്ടി അവകാശമാണ്. ഇളയ മകന് 1/3 കിട്ടുന്നത്. അപ്പം ഈ സ്ഥാനമനുസരിച്ച് ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ഇൻ ദ ജൂവിഷ് ലോ. അത് നമ്മൾ ഈ യാക്കോബിന് ഈ അവകാശം കിട്ടത്തില്ല. മൂത്തവൻ്റെ അവകാശം ഏശാവിന് പോയി. അതുകൊണ്ട് യാക്കോബ് എപ്പോഴും ഈ മൂത്തവൻ്റെ അവകാശം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ യാക്കോബ് എപ്പോഴും ഏശാവിൽ നിന്ന് ചതിവ് മൂലം അല്ലെങ്കിൽ സൂത്രം മൂലം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന നമുക്ക് കാണാം. എന്താണ് യാക്കോബിൻ്റെ ഭാഗത്തിൽ ഉൽപ്പത്തി 30-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. 30-ാം അധ്യായത്തിലോട്ട് വരുന്നതിന് മുമ്പ് യാക്കോബ് തൻ്റെ അപ്പന് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചത് മൂത്ത മകൻ ഏശാവിൻ്റെ വസ്ത്രമിട്ട് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുപോയി കൊടുപ്പിച്ച് മൂത്ത മകൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അതോടുകൂടി ഏശാവിന് ദേഷ്യം വന്നു. ഏശാവ് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അതോടെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് പിന്നെ എന്ത് വന്നു, അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അവിടെ വന്ന് താമസിക്കുകയാണ്. ലാബാൻ ഒരു സ്വഭാവമുണ്ട്, യാക്കോബിൻ്റെ സ്വഭാവം. യാക്കോബിന് കിട്ടിയത് ലാബാൻ്റെ സ്വഭാവമാണ്. ലാബാൻ കള്ളത്തരത്തിലെല്ലാം നേടിയെടുക്കും, കളിപ്പിച്ചെടുക്കുന്ന മനുഷ്യനാണ്.
ഭാര്യ അമ്മയുടെ സഹോദരനാണ്, ഇപ്പോൾ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് പഠിക്കാൻ. അങ്ങനെ അതേ സ്വഭാവം ജനറ്റിക്കായിട്ട് കിട്ടിയതിനാൽ മൂത്ത സഹോദരന് കിട്ടിയുണ്ടായ അനുഗ്രഹം മൂത്ത സഹോദരൻ്റെ വസ്ത്രമെടുത്ത് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു? അങ്ങനെ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ മരണത്തെ പേടിച്ച് ഓടിപ്പോയി ലാബാൻ്റെ അടുക്കൽ പോയി ജോലി ചെയ്യുന്നു. ജോലി ചെയ്തിട്ട് എത്രയോ നാൾ ജോലി ചെയ്ത് അവിടെ സമ്പന്നനാകുന്നു. അവിടെ സമ്പന്നനായി കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഈ യാക്കോബിന് അവിടെ നിന്ന് തിരിച്ചു പോകാൻ, അപ്പം ആ ഭാഗം ഞാൻ വായിക്കാം. തിരിച്ചു പോകാനുള്ള ആഗ്രഹം വരികയാണ്. ഉൽപ്പത്തി 30:25. റാഹേൽ 2 ഭാര്യമാരുണ്ട്, 1 ലയ, 2 റാഹേൽ. റാഹേലിൻ്റെ ഗർഭം അടച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. റാഹേലോ മച്ചിയായിരുന്നു. ലയ ഗർഭം ധരിച്ച് പുത്രന്മാരെ ഉണ്ടാക്കും നമുക്ക് കാണാം. എന്നാൽ റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം അപ്പം ദൈവം തമ്പുരാൻ അവസാനം റാഹേലിന് മക്കനെ കൊടുക്കുന്നു. അവൻ്റെ പേരാണ്, ആദ്യജാതൻ്റെ പേര് യോസഫ് എന്നാണ്. യോസഫ് ഉണ്ടായപ്പോൾ യാക്കോബ് വിചാരിച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്. അതായത് യാക്കോബിന് ഇഷ്ടമുള്ള വ്യക്തിയാണ് റാഹേൽ. അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം എന്ന് അമ്മായിപ്പനോട് പറയാം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം, ഞാൻ പോകട്ടെ. അപ്പം അമ്മായിപ്പനോട് പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ നിന്നെ സേവിച്ചില്ലേ, ഞാൻ തിരിച്ചു പോകാൻ. കാരണം 2ാം ഭാര്യ ഇഷ്ടമായ റാഹേലിൽ മകനുണ്ടായപ്പം യാക്കോബിന് മനസ്സിലായി ഇനിയിപ്പം കുഞ്ഞുണ്ടായതിന് എൻ്റെ കൂടെ അവൾ നിൽക്കും. ഇതൊക്കെ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അമ്മായിപ്പം പറയാണ്, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്രയും അനുഗ്രഹം കിട്ടിയ സ്ഥിതിക്ക് നീ എന്തിനാ പോകും, നീ എന്ത് ചോദിച്ചാൽ ഞാൻ തരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അതും കളിപ്പീരാണ്. ഇപ്പോൾ അപ്പം യാക്കോബ് പറയുന്ന ഭാവമൊക്കെ വായിക്കുന്നതല്ല. ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിൻ്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്ന് നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. യാക്കോബ് അമ്മായിപ്പനോട് പറയാം, ഇപ്പോൾ അവ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാശത്തേക്ക് പോകാൻ എനിക്കുള്ളതിലേക്ക് ഞാൻ തിരിച്ചു പോകാമെന്ന് പറയുന്നു. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട് ലാബാനോട്, വള്ളിയും പുള്ളിയും ഉള്ളതും കറുത്തതുമായ ആടുകളെല്ലാം ഞാൻ എടുക്കാം, ബാക്കിയുള്ളതെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചിട്ട് എന്ത് ചെയ്തു? രാത്രിക്ക് ലാബാൻ തൻ്റെ മക്കളുമായിട്ട് വന്നിട്ട്, ആൺമക്കളായിട്ടുണ്ട്, എല്ലാ ആടുകളെയും അതായത് വള്ളിയും പുള്ളിയും ഉള്ളതും കറുത്ത ആടുകളെല്ലാം മാറ്റി വെച്ച് സ്വന്തം പുത്രന്മാരെ ഏൽപ്പിച്ച് കളഞ്ഞു. അപ്പം നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ കള്ളത്തരം കാണിച്ച് കഴിച്ചിരിക്കുന്നു. അമ്മായിപ്പൻ സമ്മതിച്ചതിന് വിപരീതമായിട്ടുള്ള ആടുകളെല്ലാം പിടിച്ചുകൊണ്ട് പോയി. അതിൽ വളരെ ദുഃഖമായിട്ട്, എങ്കിലും യാക്കോബിനോടൊന്ന് പോകാനൊക്കാത്ത സ്റ്റേജ് ആവുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ യാക്കോബ് അവിടെ നിന്നിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ പറഞ്ഞു കൊടുത്തോ, അതോ യാക്കോബിൻ്റെ ബുദ്ധിയോ അങ്ങനെ പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഒരു കമ്പെടുത്തിട്ട് അത് രണ്ടായിട്ട് അതിന്മേലെ, അതായത് ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മുറിവുള്ളതെന്ന് കണ്ടു. അതിനു വേണ്ടി എന്തെടുത്തു? വരയും പുള്ളിയും ഉണ്ടാകാൻ വേണ്ടി ആടുകൾ കുടിപ്പാൻ വരുമ്പോൾ പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും കമ്പുകൾ എടുത്തിട്ട് അവ വരച്ചുണ്ടാക്കും, തോലുരിച്ചിട്ട് അതുകൊണ്ട് കൊണ്ടുവെക്കും. അത് കാണുമ്പോൾ ആടുകൾക്കുണ്ടാകുന്നതെല്ലാം വരയുള്ളത്. അങ്ങനെ ഇവൻ്റെ ആടുകൾ വർദ്ധിച്ചു. എപ്പോഴും യാക്കോബ് എന്ത് ചെയ്യുന്നു അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അതാണ് നമ്മൾ ദൈവം ഒരാളെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ അനുഗ്രഹം തന്നെ വരും. അവിടെ നിർത്താം. ദൈവം തമ്പുരാൻ നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹിച്ചതാണ്, സംശയമില്ലാത്ത സത്യമാണ്. നമ്മളെ അനുഗ്രഹിച്ചതാണ്, സംശയമില്ല. പക്ഷെ നമുക്ക് എത്ര പേർക്ക് അറിയാം ഇത്? നമ്മൾ അറിയുന്നില്ല. ദി ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് സ്റ്റാൻഡിങ് ബിഫോർ ദ. അതായത് എൻ്റെ ജനം അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നത് കൊണ്ട് ദൈവം ചെയ്യുന്ന എന്തെന്ന് മനസ്സിലാക്കാതെ യാക്കോബിന് പറയാൻ, ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ എൻ്റെ ദൈവം ഉണ്ടെന്ന് പറയാനുള്ള ശക്തിയായിട്ടില്ല. അതുകൊണ്ട് തൻ്റെ സ്വന്തം കഴിവിലെല്ലാം ചെയ്തു. അവസാനം ലാബാൻ അവിടെ എല്ലാം കളിപ്പിക്കുന്നു. ലാസ്റ്റിൽ ഗതികെട്ടപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആലോചിക്കുന്നു. ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ കരച്ചിലാണ്. അവിടെ നമുക്ക് നിർത്താം. അടുത്ത ദിവസത്തേക്ക് നമുക്ക് എന്തിനാണ് യാക്കോബ് കരയുന്നത്? ഈ കഷ്ടപ്പാടെല്ലാം ചെയ്തിട്ട് പോകാൻ സമയമായപ്പോൾ എനിക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോകേണ്ടി വരുമോ? അതായത് സങ്കടം പറയുകയാണ്. നമ്മൾ ദൈവത്തോട് പലപ്പോഴും അങ്ങനെ പറയത്തില്ലേ, ഞാൻ ഇത്രയും നാൾ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു, ഞാൻ ഇത്രയും നാൾ നിൻ്റെ വചനം എടുത്തു, അല്ല ഞാൻ ഇന്ന ദാനം ചെയ്തു, ഞാൻ എനിക്കുള്ളതിൻ്റെ ഒരു നല്ല ശതമാനം മറ്റുള്ളവർ, എന്നിട്ട് എനിക്കെന്താ പ്രയോജനം ചോദിക്കാറില്ലേ?
എൻ്റെ മക്കളെ മറന്ന് മറ്റുള്ള പലരും പറയില്ലേ, എൻ്റെ മക്കളെ മറന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തു ചോദിക്കും. അത് ചോദിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നിടം വരെ യാക്കോബ് കരഞ്ഞതുപോലെ കരയാൻ നമുക്ക് സമയമുള്ളപ്പം കരയണം. കർത്താവ് അതിനൊരു ഉത്തരം തരാൻ പോവുകയാണ്. അടുത്ത ദിവസം എൻ്റെ ബാക്കി എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ കരച്ചിൽ. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പക്ഷെ സ്വയമായിട്ട് അവൻ അത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് മൂത്ത സഹോദരൻ എന്ന ഏശാവിൻ്റെ പേര് പറഞ്ഞ് അപ്പനിൽ നിന്ന് അനുഗ്രഹം കബളിപ്പിച്ച് വാങ്ങിച്ച് അന്ന് തൊട്ട് ഓട്ടമാണ്. ഓടി ലാബാൻ്റെ അടുക്കൽ ചെന്നു, അമ്മാച്ചൻ്റെ അടുക്കൽ, അമ്മയുടെ സഹോദരൻ്റെ അടുക്കൽ. ലാബാനോ അതേപോലെ തന്നെ സ്വഭാവമാണ്. അപ്പം യാക്കോബിന് കിട്ടിയത് ലാബാൻ്റെ സ്വഭാവം. ലാബാൻ തന്നെയാണ് യാക്കോബിനെ ശരിയായിട്ട് പഠിപ്പിക്കുന്നത്. യാക്കോബ് എന്തെല്ലാം ആഗ്രഹിച്ചോ, ആദ്യമേ റാഹേലിനെ ആഗ്രഹിച്ചു, പക്ഷേ രാത്രിക്ക് ലാബാൻ അത് മാറ്റി. ആടുകളെ ആഗ്രഹിച്ചു, രാത്രിക്ക് ലാബാൻ അതും മാറ്റി. എന്തെല്ലാം യാക്കോബ് ആഗ്രഹിച്ചോ അതൊക്കെ രാത്രിക്ക് മാറ്റുന്നൊരു സ്വഭാവം ലാബാനുണ്ട്. യാക്കോബും സ്വന്തം സഹോദരനെ കളിപ്പിച്ച് അവകാശവും അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടെയും കളിപ്പീര്. ഇതിങ്ങനെ തലമുറയിൽ കൂടെ പാസ് ചെയ്താൽ തലമുറ നശിച്ചു പോകുന്നതുകൊണ്ട് ദൈവം അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാണ്. കർത്താവേ, നിൻ്റെ മകൻ്റെ കരച്ചിൽ കേട്ടിട്ട് നീ തന്നെ എഴുന്നള്ളി വന്നിട്ട് ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു അവസരം കൊടുത്ത് വിടുതൽ കൊടുക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ യാക്കോബ് എന്ന മനുഷ്യനെ ഇസ്രായേലാക്കാൻ ദൈവം എന്തുമാത്രം പരിശ്രമിക്കുന്നു. അതുപോലെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി നടന്ന് സ്വന്തം കഴിവിൽ, മനുഷ്യൻ്റെ മുമ്പിൽ പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാം നീതിയായിട്ട് തോന്നിക്കുന്നു, പക്ഷെ സ്വന്തം കഴിവിലെല്ലാം നേടിയെടുത്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുമ്പം എവിടെയാണ് പക്ഷേ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഇവരുടെയൊക്കെ സ്വയപ്രശംസ മാറിയിട്ട് ഞാനോ ചെറുതാകണം അവനോ വലുതാകണമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ ഒരു പുതിയ ഹൃദയം ഇട്ടുകൊടുക്കണമേ. യാക്കോബിന് വന്ന മാറ്റം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ. നാഥൻ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കാൻ പോകുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ക്രിയ ചെയ്യട്ടെ. നാഥൻ ഞങ്ങളുടെ തലമുറകളെ തൊടുന്നതിന് നന്ദി. അപ്പച്ചൻ്റെ ശാശ്വതമായ ഭുജം കൊണ്ടവരെ തൊട്ട് പുതിയ സ്വഭാവം കൊടുത്ത് രൂപാന്തരപ്പെടുത്തി അവരെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആക്കാൻ അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.